നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പൊ ഇറങ്ങിയാലേ നേരം വൈകും മുമ്പ് അവിടെ എത്താൻ പറ്റൂ. ഇവിടെ ഹോസ്റ്റലിൽ എത്തിച്ച് അഡ്മിഷൻ എടുക്കണമല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ സൂര്യമംഗലത്തെ സ്വീകരണത്തെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോ സ്വന്തം വീട്ടിലെത്തിയതുപോലെയാ തോന്നിയത്. രക്ഷ തേടി വരുന്നവർക്കെല്ലാം വാതിൽ തുറന്നിട്ടിരിക്കുന്ന മനയാണ് സൂര്യമംഗലത്ത് മന. പണ്ടേ അതാണ് ഖ്യാതി. എന്നാലും ആദ്യമായിട്ട് ഇവിടെ വന്ന ഞങ്ങൾക്ക് ഇത്രയും സ്നേഹവും സ്വാതന്ത്ര്യവും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേയില്ല. ഇവരുടെ മുത്തച്ഛനും ഒപ്പോളും ഇപ്പൊ ഞങ്ങൾക്കും അങ്ങനെയായി. ഇവിടെ വന്ന അനുഭവം ഇന്നും ഞങ്ങൾ ഓർക്കും. മുത്തശ്ശനും ഒപ്പോളും ഞങ്ങളെ അനുഗ്രഹിക്കണം. നന്നായിരിക്കട്ടെ. അനുഗ്രഹിക്കണം. മുത്തശ്ശ, ഞങ്ങളെയും കൂടെ അനുഗ്രഹിക്കോ? തീർച്ചയായിട്ടും. ഞാനും എന്നെ അനുഗ്രഹിക്കണേ. ഏഴ് ദിനരാത്രങ്ങൾ നീളുന്ന മഹാശിവലിംഗ പൂജയ്ക്കുള്ള യാത്രയല്ലേ. നിങ്ങൾക്കെല്ലാം സൂര്യമംഗലത്തെ പരദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവും. ഈ മനയിലെ സന്തതിയാണ് കൂടെയുള്ളത്. ആരും ആശങ്കപ്പെടേണ്ടതില്ല. ശ്രീദേവി, അതിങ്ങെടുക്കുക. ദോഷനിവാരണങ്ങൾക്കായുള്ള പൂജയല്ലേ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാലദോഷങ്ങൾ വിട്ടുപോകാൻ മടിക്കും. അവിടെ ദേഹരക്ഷ പ്രധാനമാണ്. അതിനാണ് ഈ ഏലസുകൾ. ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൈകളിൽ ബന്ധിക്കണം. ഗൗതം, കൈ നീട്ടുക. നിങ്ങൾ എല്ലാവരും കെട്ടേണ്ടതുണ്ട്. മുന്നോട്ട് വരിക. കരയല്ലേ ഷൈനി? മുത്തശ്ശൻ എല്ലാവർക്കും എലസ് കെട്ടിയപ്പം എന്നെ മാത്രം ഒഴിവാക്കിയില്ല. മുത്തശ്ശൻ ഇവളെ എന്തിനാ ഒഴിവാക്കിയത്? ഈ മോളുടെ വിശ്വാസം വേറെയാണല്ലോ, അതുകൊണ്ടാ ഒഴിവാക്കിയത്. മുത്തശ്ശ, ഞങ്ങളുടെ എല്ലാം പോലെ രക്ഷായന്ത്രം ഈ കുട്ടിക്ക് ആവശ്യമല്ലേ? ആവശ്യമാണ് എന്ന് കരുതി ഈ മോളുടെ രക്ഷയ്ക്കുള്ളത് ചെയ്യാൻ ഞാൻ വിട്ടുപോയിട്ടില്ല. നിങ്ങൾ പോകുന്ന വഴി ഇവിടെ അടുത്തായി ഒരു പള്ളിയുണ്ട്. അവിടുത്തെ അച്ഛനെ വിളിച്ച് മോൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വേണ്ടത് ചെയ്തോളും. വേണ്ട മുത്തശ്ശ, ഈ പൂജയെ പറ്റി മുത്തശ്ശൻ പറഞ്ഞപ്പോ മുതല് എന്റെ മനസ്സിൽ ആ ചിന്തകളാ. എന്റെ കൂട്ടുകാർ കൈ കെട്ടിയ ചരട് എനിക്കും മതി. ഇവരുടെ ദൈവം എന്റെയും ദൈവം. കരയല്ലേ. ഞങ്ങൾക്കിടയിൽ വിശ്വാസങ്ങൾക്ക് ഒരു വേർതിരിവില്ല മുത്തശ്ശൻ. ഇവള് പള്ളിയിൽ പോകുമ്പോ ഞങ്ങളും കൂടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്.
മുത്തശ്ശ, ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോ ഇവളും അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കും. എത്രയോ കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെയാ മുത്തശ്ശ ജീവിക്കുന്നത്. ഈ വക ചിന്തകൾക്കൊന്നും ഞങ്ങളുടെ മനസ്സിൽ അതിരുകളില്ല മുത്തശ്ശ.